ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പലാസോ പാൻറ്റിൻ്റെ മെഷർമെൻറ്റ് ചാർട്ട് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ പാൻറ്റുകൾ പല വിധത്തിലുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു പലാസോ പാൻറ്റ് അത്യാവശ്യം നല്ല ലൂസിൽ വരുന്ന ഒരു പാൻറ്റാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് ചാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് കുറച്ച് കോളം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റ്, ഹിപ്പ്, ലെങ്ത്ത്, ക്രോച്ച് ഏരിയ, ഇലാസ്റ്റിക് ലെങ്ത്ത്, ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും ഈ ഒരു പാൻറ്റിൽ എവിടേക്കാണ് വരുന്നത് എന്നും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻറ്റിൻ്റെ മോഡൽ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പാൻറ്റിൽ എവിടേക്കാണ് നമ്മൾ ആ ഒരു അളവ് എടുക്കേണ്ടതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഈസി ആവും. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുക്കുന്നത് സൈസാണ് കേട്ടോ. നമ്മുടെ പാൻറ്റിൻ്റെ സൈസുകളാണ് ഇവിടെ എടുക്കുന്നത്. സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ, ഇങ്ങനെയാണ് സൈസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഓരോ സൈസിലെയും എത്രയൊക്കെയാണ് മെഷർമെൻറ്റ്സ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് നോക്കാം. സ്മോൾ സൈസിൽ നമുക്ക് വേസ്റ്റ് എങ്ങനെ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മുടെ അരവണ്ണം നല്ല ടൈറ്റായിട്ടൊന്ന് അളന്നെടുക്കുക. ഇങ്ങനെ അളന്നെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംഖ്യ ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത്. സ്മോൾ സൈസുകാർക്ക് ഇവിടെ 28 ഇഞ്ചസ് ആയിരിക്കും കിട്ടുക. അപ്പം നമുക്ക് വേസ്റ്റ് ഇവിടെ 28 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഈ ഒരു വേസ്റ്റ് ലെങ്ത്ത് നമുക്കിവിടെ കിട്ടിയിട്ടില്ലേ 28 എന്നുള്ളത്, ഇത് നമ്മൾ ടാപ്പ് ടൈറ്റാക്കി പിടിച്ചിട്ട് എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ച് കൂട്ടിയിട്ട് 36 ഇഞ്ചസാണ് എനിക്കിവിടെ ഹിപ്പിന് കിട്ടുന്നത്. അപ്പോൾ സ്മോൾ സൈസിന് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് 28ഉം ഹിപ്പ് റൗണ്ട് 36ആണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്ക് ലെങ്ത്ത് എങ്ങനെ വരുന്നത് നോക്കാം. സ്മോൾ സൈസുകാർക്ക് ലെങ്ത്ത് കുറഞ്ഞുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ 35 മുതൽ 36 ഇഞ്ച് വരെ ആ ഒരു ലെങ്ത്താണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റും ഹിപ്പും ലെങ്ത്തൊക്കെ ഈ ഒരു പാൻറ്റിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത്. അത് നമ്മൾ ടൈറ്റാക്കി പിടിച്ചിട്ടുള്ളതായിരുന്നു, പക്ഷെ നമ്മൾ ഹിപ്പ് റൗണ്ടാണ് അവിടെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇത്രയും ഭാഗത്താണ് നമുക്ക് ഹിപ്പ് റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ചെയ്ത് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് വേണം ആ ഒരു ഭാഗം ചെയ്തെടുക്കാൻ. പിന്നെ പലാസോ പാൻറ്റും കൂടെ ആണല്ലോ, അത്യാവശ്യം നല്ല ലൂസിലാണ് എടുക്കേണ്ടത്. ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ 36 ഇഞ്ചസ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് പലാസോ പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ മുതലാണ് ഞാൻ ടോട്ടൽ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് മടക്കി തയ്ക്കാനും താഴെ ഭാഗത്ത് പാൻറ്റിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ക്കാനുമാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഞാൻ ഈ ഒരു ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് തയ്യൽ തുമ്പായിട്ടും ഇലാസ്റ്റിക് മടക്കി തയ്ക്കാനുമായിട്ട് 2 ഇഞ്ച് ഞാൻ മുകളിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ 1 ഇഞ്ചാണ് ഈ ഒരു താഴെ ഭാഗം മടക്കി തയ്ക്കാൻ. അപ്പോൾ ഞാനിവിടെ 36 ഇഞ്ചസാണ് ഈ ഒരു സ്മോൾ സൈസുകാർക്ക് എടുക്കുന്നത്. ബാക്കി മുകളിൽ 2ഉം താഴെ 1 ഇഞ്ചും ഈ ഒരു 36ലേക്ക് 3 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കണം. അടുത്തത് നമുക്ക് ക്രോച്ച് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഇത്രയും വരുന്ന ഏരിയയാണ് കേട്ടോ, ഒരു ജോയിൻറ്റ് വരുമല്ലോ മിഡിൽ ഭാഗം, ആ ഒരു ഏരിയയാണ് നമുക്ക് ക്രോച്ച് ഏരിയ ആയിട്ട് എടുക്കേണ്ടത്. ഈ ഒരു ക്രോച്ച് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ചെറിയൊരു ഇക്വേഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്രോച്ച് ഏരിയ കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് മെഷർ ചെയ്തെടുത്താലും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ക്രോച്ച് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹിപ്പ് ഇവിടെ എടുത്തിട്ടുള്ളത് 36 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു 36 ഡിവൈഡഡ് ബൈ 3 എന്ന ഇക്വേഷനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 36നെ 3 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംഖ്യ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ വരിക. അപ്പോൾ ഇത് ഓരോ സൈസുകാർക്കും വ്യത്യസ്തമായിരിക്കും കേട്ടോ. നമ്മുടെ ഹിപ്പ് റൗണ്ട് നോക്കിയിട്ട് നമുക്ക് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആ ഒരു ക്രോച്ച് ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 36 ഡിവൈഡഡ് ബൈ
3 എനിക്കിവിടെ 12 ആണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ക്രോച്ച് ഏരിയയുടെ ലെങ്ത്ത് ഇവിടെ വന്നിട്ടുള്ളത് 12 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇലാസ്റ്റിക് ലെങ്ത് ആണ് നോക്കേണ്ടത്. ഇലാസ്റ്റിക് വരുന്ന ഒരു ഏരിയ ഇതാണ് കേട്ടോ. ഈ 2 ഇഞ്ച് ഞാനൊരു മാർക്ക് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്താണ് ഇലാസ്റ്റിക് വരുന്നത്. അപ്പോൾ ഫുൾ ഇലാസ്റ്റിക് ആണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇലാസ്റ്റിക് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആണ് കേട്ടോ നോക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 28 ഇഞ്ചസ് ആണ്. നമ്മൾ ടാപ്പ് വെച്ചിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു മെഷർമെൻറ്റ്സ് ആണിത്. ഇതിൽ നിന്നും ഒരു 4 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 24 ഇഞ്ചസ് ആണ് കേട്ടോ കിട്ടുന്നത്. ഈ ഒരു 24 ഇഞ്ചസ് ആണ് നമുക്ക് ഇലാസ്റ്റിക് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൽ നിന്നും എപ്പോഴും 4 മൈനസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാനിവിടെ സ്മോൾ സൈസ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അപ്പം സ്മോളിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ ആക്കി കൊടുത്തിട്ടാണ് മീഡിയം ചെയ്തെടുക്കുന്നത്. മീഡിയേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ടാണ് ലാർജ് എടുക്കുന്നത്. ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ എല്ലാം എടുക്കുന്നത്. അപ്പോൾ വേസ്റ്റ് ലെങ്ത്ത് ഞാൻ 30 എടുത്തു. അതിലേക്ക് 8 പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഹിപ്പ് റൗണ്ട് കിട്ടുന്നത്. അത് ചെയ്തു. അതേപോലെ തന്നെ ലെങ്ത്ത് ഞാനിവിടെ 36 ടു 37 ഇഞ്ചാണ് എടുക്കുന്നത്. ലെങ്ത്ത് എപ്പോഴും ചോയ്സ് ആയിരിക്കും കേട്ടോ. ഓരോരുത്തരും പല ഹൈറ്റും ആയിരിക്കും. ഹൈറ്റ് ഉള്ളവരും ഹൈറ്റ് ഇല്ലാത്തവർക്കും അനുസരിച്ച് ഈ ഒരു ലെങ്ത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് ക്രോച്ച് ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്രോച്ച് ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹിപ്പ് ഡിവൈഡഡ് ബൈ 3. ഹിപ്പിൻ്റെ 1/3 ക്രോച്ച് ഏരിയ വരുന്നത്. അപ്പോൾ എനിക്കിവിടെ 12.5 ഇഞ്ചസ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എപ്പോഴും നമ്മളൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ മെഷർ ചെയ്തെടുക്കുമ്പോൾ. അപ്പം ഇനി നമുക്ക് ഇലാസ്റ്റിക് ലെങ്ത് ആണ് നോക്കേണ്ടത്. അത് നമ്മുടെ വേസ്റ്റ് -4 ആണ്. അപ്പോൾ വേസ്റ്റ് ഇവിടെ 30 ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഞാൻ 4 മൈനസ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കിവിടെ 26 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക് ലെങ്ത് വരുന്നത്. ഇനി നമുക്ക് ലാർജ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. സെയിം മെത്തേഡിൽ തന്നെ കേട്ടോ എടുക്കുന്നത്. 2 ഇഞ്ച് എക്സ്ട്രാ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ലാർജ് സൈസ് കിട്ടും. അതിലേക്ക് ഈ ഒരു വേസ്റ്റിലേക്ക് 8 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഹിപ്പ് കിട്ടുന്നത്. അത്യാവശ്യം ലൂസിൽ നിൽക്കണമല്ലോ. പിന്നെ ലെങ്ത്ത് ഞാനിവിടെ 37 ടു 38 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ഈ ഒരു 38 ആയിരിക്കും കേട്ടോ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ക്രോച്ച് ഏരിയ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് 13 ഇഞ്ചസ് കിട്ടും. അപ്പോൾ നമ്മൾ സ്മോളും മീഡിയം ഒക്കെ നമ്മൾ ഇക്വേഷനിലൂടെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അതിലേക്ക് 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടുന്നതിനനുസരിച്ച് അവിടെ 1/2 ഇഞ്ചാണ് കേട്ടോ കൂടുന്നത്. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്ത് 32 നിന്നും 4 മൈനസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 28 ഇഞ്ചസ് കിട്ടും. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് XLഉം 2XLഉം 3XLഉം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറച്ച് ഫാസ്റ്റിലാണ് കേട്ടോ കാണിക്കുന്നത്. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് നോക്കിയെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാ സൈസുകളും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ഹിപ്പും അതുപോലെ തന്നെ ക്രോച്ച് ലെങ്ത്തും ഇലാസ്റ്റിക് ലെങ്ത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ ലെങ്ത്ത് പിന്നെ ഓരോരുത്തരുടെയും ചോയ്സ് ആയിരിക്കും. അത് ഓരോരുത്തരുടെയും ഹൈറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നോർമൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ലെങ്ത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈസ് കൂടുന്നതനുസരിച്ച് ഓരോന്നും കൂട്ടി നമ്മൾ എടുക്കുക. ഇനി ഓരോരുത്തരുടെയും കറക്റ്റ് സൈസ് അറിയാനായിട്ട് ഒരു ടാപ്പ് എടുത്തിട്ട് നമ്മുടെ അരവണ്ണം ടൈറ്റ് ആക്കിയിട്ട് ഒന്ന് മെഷർ ചെയ്തെടുക്കുമ്പോൾ അതായിരിക്കും നമ്മുടെ സൈസ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഹിപ്പ് റൗണ്ട് കുറച്ച് ലൂസാക്കി എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പാൻറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെ ഈ ഒരു ബോട്ടം വിടുത്തുണ്ടല്ലോ, അത് നമുക്ക് ലൂസിനനുസരിച്ച് കൂട്ടും ചെയ്യാം കുറക്കും ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെയും ചോയ്സാണ് അതും. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 10 ഇഞ്ചസ് ആണ് കേട്ടോ. അത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഈ ഒരു 10 ഇഞ്ചസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 20 ഇഞ്ചസ് ആയിരിക്കും കിട്ടുക. 10 മുതൽ 15 ഇഞ്ചസ് വരെ നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ സൈസായിട്ടുള്ള ലാർജാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു ലാർജിൽ വരുന്ന മെഷർമെൻറ്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പാൻറ്റിനെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ നോർമൽ ഒരിക്കലും ഇതുപോലെ നേരിട്ട് പാൻറ്റിനെ കട്ട് ചെയ്തെടുക്കില്ല. 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മെഷർമെൻറ്റ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ലാർജ് സൈസിൽ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് 32 ഇഞ്ചസ് ആണ്. ഹിപ്പ് 40, ലെങ്ത്ത് 38, ക്രോച്ച് ഏരിയ 13,
ഇലാസ്റ്റിക് ലെങ്ത്ത് 28 ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി എങ്ങനെയാണ് ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫാബ്രിക് അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു A4 സൈസ് പേപ്പറിലാണ് കാണിക്കുന്നത്. പലാസോ പാൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 2 മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ ആവശ്യം വരുന്നത്. ആ ഒരു ഫാബ്രിക്കിനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഫാബ്രിക്കാണെന്ന് നിങ്ങൾ കരുതുക. എന്നിട്ട് നമ്മൾ ആ ഫാബ്രിക്കിനെ 4ആയിട്ട് മടക്കിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഈ ഒരു പേപ്പറിലും മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഓപ്പൺ വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കിയിട്ടാണ് ഇത് നമ്മൾ മെഷർ ചെയ്തെടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോൾഡ് വന്നിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ മെഷർമെൻറ്റ്സ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ലാർജ് സൈസാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് 32ഉം ഹിപ്പ് 40ആണ് കേട്ടോ കിട്ടുന്നത്. പക്ഷെ ഞാൻ ആദ്യം മാർക്ക് ചെയ്തെടുക്കുന്നത് ടോട്ടൽ ലെങ്ത്താണ് കേട്ടോ. നമ്മുടെ ഫാബ്രിക്കിനെ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്ര കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ ലെങ്ത്ത് 38 ഇഞ്ചസാണ് വേണ്ടത്. അതിലേക്ക് 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് മടക്കി തയ്ക്കാനും താഴെ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ വരണം. അപ്പം 41 ഇഞ്ചസാണ് എനിക്കിവിടെ വേണ്ടത്. അത് നമ്മളിവിടെ കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം കേട്ടോ. 2 മീറ്റർ ഫാബ്രിക് ആണെങ്കിൽ ഈ 40 ഇഞ്ച് നമുക്കിവിടെ കിട്ടും. അപ്പം അതിന് നമുക്ക് ലെങ്ത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴെയും ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഇനിയാണ് ഞാനിവിടെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് 32 ഇഞ്ചസാണ്. പക്ഷെ ഞാൻ വേസ്റ്റ് ലെങ്ത്ത് അല്ല കേട്ടോ, നമുക്കത് ടൈറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. പലാസോ പാൻ്റാണ്, അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു വേസ്റ്റ് ലെങ്ത്ത് അല്ല ഇവിടെ എടുക്കേണ്ടത്, ഹിപ്പ് റൗണ്ടാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഹിപ്പ് റൗണ്ട് എനിക്കിവിടെ 40 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. ഈ 40നെ നമ്മൾ നേരിട്ട് മെഷർ ചെയ്തെടുക്കാതെ 40നെ 4ആയിട്ട് മടക്കിയിട്ടല്ലേ, അപ്പോൾ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ 10 ഇഞ്ചസാണ് കിട്ടുന്നത്. ഒരു ഭാഗത്ത് 10 ഇഞ്ചസ്. അപ്പോൾ 4 ഭാഗത്ത് ഈ ഒരു 10 ഇഞ്ചസ് എടുക്കുമ്പോൾ നമുക്ക് 40 ഇഞ്ചസ് ആവും കേട്ടോ. ഇനി കുറച്ച് ലൂസ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യണത്. കുറച്ച് ലൂസും വേണം, തയ്യൽ തുമ്പും വേണം. അപ്പോൾ ഞാൻ 2 ഇഞ്ചും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 12 ഇഞ്ചസാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ, അതുപോലെ തന്നെ ഇലാസ്റ്റിക്കിന് അത്യാവശ്യം നല്ല ചുരുക്കമൊക്കെ വേണം എന്നുള്ളവർക്കൊക്കെ ഈ ഒരു 2 ഇഞ്ച് എടുത്തിട്ടുള്ളത് 3ഓ 4ഓ ഇഞ്ചാക്കിയിട്ട് നമുക്ക് കൂട്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ സൈഡിലും ഇത് ഒരു ഭാഗത്താണല്ലോ 2 ഇഞ്ച്, അപ്പോൾ 4 ഭാഗത്ത് 8 ഇഞ്ചാണ് ഞാൻ കൂടുതലാക്കി എടുക്കുന്നത്. ഇത് തന്നെ അത്യാവശ്യം നല്ല ലൂസിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ 2 ഇഞ്ച് ഇട്ട ഭാഗം അത് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് താഴേക്കാണ് ഞാൻ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ക്രോച്ച് ലെങ്ത്ത് എനിക്കിവിടെ 13 ഇഞ്ചസാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു 13 ഇഞ്ചസിലേക്ക് നമുക്കൊരു 1/2 ഇഞ്ചസൊക്കെ കൂട്ടിയിട്ട് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. മുകളിൽ വന്നിട്ടുള്ള ഇത് ഇലാസ്റ്റിക്കിൻ്റെ ഈ ലെങ്ത്ത് കൂട്ടാതെയാണ് ഞാൻ 13 ഇഞ്ചസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ചെറിയൊരു കർവും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ക്രോസ് ലെങ്ത്തിൻ്റെ അവിടെ ഒരു ഏരിയയിൽ ചെറിയൊരു കർവോട് കൂടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ബോട്ടം വിടുത്താണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ഞാനൊരു 12 ഇഞ്ചാക്കിയിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ ഓരോ ചോയ്സാണ്. നമുക്ക് എത്ര ലൂസ് താഴെ വേണം അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. 10 ഇഞ്ചസൊക്കെ എടുത്താലും നല്ല ലൂസിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ആ ഒരു ക്രോച്ച് ഏരിയൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇതുപോലെ ചെരിച്ചൊന്ന് കർവ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പലാസോ പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത്രയാണ്. ബാക്കി വരുന്നത് നമുക്ക് തയ്യൽ തുമ്പും ഇലാസ്റ്റിക് മടക്കി തയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ചും നമ്മൾ എക്സ്ട്രാ ആക്കിയിട്ട് എപ്പോഴും എടുക്കണം കേട്ടോ. നമ്മൾ കറക്റ്റ് 38 ഇഞ്ചസ് എടുത്താൽ നമുക്ക് പിന്നെയും അതിൽ നിന്ന് 3 ഇഞ്ചസ് നമുക്ക് കുറയും. അപ്പോൾ ആ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ടിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ടാണ് എടുത്തിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്രോച്ച് ഏരിയൻ്റെ അവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തന്നെ അത്യാവശ്യം നല്ല വീതിയിൽ വരുന്ന ഒരു പലാസോ പാൻ്റാണ്. ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങളുടെ സൈസ് ഏതാണോ അതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു മെത്തേഡിലൂടെ തന്നെയാണ് ഞാനും മെഷർ ചെയ്തെടുക്കാറുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.